എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. നിനക്ക് കുറെ കാശല്ലേ വേണ്ടത്, പക്ഷെ അതിന് പകരമായി നീ ഇഷയെ വിവാഹം കഴിക്കേണ്ടി വരും. ഇഷയെ വിവാഹം കഴിക്കേണ്ടി വരും. ഇഷയെ വിവാഹം കഴിക്കേണ്ടി വരും. ചേട്ടത്തി അസുഖമൊക്കെ മാറി വീട്ടിലേക്ക് തിരിച്ചു വരുന്നതുവരെ ഈ കല്യാണത്തെക്കുറിച്ച് ആരും ചേട്ടത്തിയോട് പറഞ്ഞു പോരുന്നു. മരുമോളെ കൂട്ടിക്കൊണ്ട് വാ. ഒന്നെങ്കിൽ മരുമകൾ ഇവിടെ വരണം, അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോകും. എനിക്കറിയാം നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പഴയ കാര്യങ്ങളൊക്കെ മറന്നൊരു പുതിയ തുടക്കം കുറിച്ചൂടെ? ഇപ്പൊ നമ്മൾ അമ്മാവിയമ്മയും മരുമകളും ആയി കഴിഞ്ഞു. ഞാൻ ഈ ബന്ധത്തിനെ വളരെ വിശുദ്ധമായിട്ട് തന്നെയാ കാണുന്നത്. തെറ്റ് സമ്മതിക്കാൻ ആരും തയ്യാറല്ല, പ്രത്യേകിച്ച് നിങ്ങൾ ജാനകി ആന്റി. നിങ്ങൾ ഇവരുടെയൊക്കെ ഹെഡല്ലേ. അതുകൊണ്ട് ശിക്ഷ കിട്ടേണ്ടത് നിങ്ങൾക്കാ. ഞാൻ നിങ്ങളെ ഇപ്പൊ തന്നെ ഈ നിമിഷം 4 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യാം. നിങ്ങൾ എന്തായി ചെയ്തത്? ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തൂടെ? എവിടെ ശ്രദ്ധിച്ചിട്ടാ ഓരോന്ന് ചെയ്യുന്നത്? നിന്നെ പോലുള്ളവർക്ക് ശിക്ഷ മാത്രം കൊടുക്കേണ്ടത്. പ്ലീസ് എനിക്കൊരു അവസരം കൂടി തരൂ. ഇഷാമോൾ തരാൻ പറഞ്ഞ സമ്മാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇത് എന്നോട് കൊടുത്തിട്ട് വരാനാ പറഞ്ഞത്. വീട്ടിലെ സാരി മോഷ്ടിച്ചത് പോരാ, എന്നിട്ട് വേറെ ന്യായങ്ങൾ പറയണോ? ഒരിക്കൽ ഞാൻ നിന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. അതുകൊണ്ട് ഈ വീട്ടില് അതിലും വലിയ സ്ഥാനമൊന്നും നിനക്കൊണ്ടാവില്ല. മരുമോളെന്നുള്ള കാര്യമൊക്കെ മനസ്സിൽ വെച്ചോ. കടന്നു പോ ഇവിടുന്ന്. എന്താ ഇത് ചേട്ടത്തി? എന്താ ഇങ്ങനെ? എന്താ ഈ കാണിച്ചത്? ആദ്യമായിട്ടും അവസാനമായിട്ട് ഞാൻ നിന്നോട് പറയോ, ഈ വീടിന്റെ പടി കടന്ന് ഇവിടെ വരാൻ നീ ഇനി ധൈര്യം കാണിക്കരുത്. എന്തൊക്കെയാ ഈ പറയുന്നത് ചേട്ടത്തി? ഇങ്ങനെ മുഖം തിരിച്ചു നിന്നതുകൊണ്ട് സത്യം സത്യമല്ലാതാവില്ലല്ലോ. ഈ കുട്ടി ഈ വീട്ടിലെ മരുമകളാണ്. അങ്ങനെ ഒരാളെ ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിലോ? ഇല്ല, അംഗീകരിച്ചേ പറ്റൂ. അംഗീകരിച്ചേ പറ്റൂ. കാരണം ബലമായിട്ടാണെങ്കിൽ നിങ്ങളുടെ അനുജന്റെ മകൻ സൂരജ് ഇവളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ്. അതും എല്ലാ ചടങ്ങുകളും ചെയ്ത് താലി കെട്ടി സിന്ദൂരം ചേർത്തി വലം വെച്ച് എല്ലാം അനുഭവിക്കുന്നത് ഈ കുട്ടിയാണ്. എന്നിട്ട് ഈ കുട്ടിയാണോ പിടിച്ച് പുറത്താക്കിയത്? ഈ കുട്ടിക്ക് വേണമെങ്കിൽ എല്ലാ ബന്ധനങ്ങളും ഒഴിവാക്കി അവർക്ക് സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് പോകാമായിരുന്നു, രക്ഷപ്പെടാമായിരുന്നു. എന്നിട്ടും ഇവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങോട്ട് വന്നതാണെങ്കിൽ അവളുടെ മനസ്സിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് തെറ്റാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇല്ല, തീരുമാനമായി കഴിഞ്ഞതാ. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഈ കുട്ടിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലെങ്കിൽ ഇവനും ഈ വീട്ടിലിരിക്കാൻ ഒരു അർഹതയില്ല. കാരണം ഇവനുണ്ടല്ലോ, ഈ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നതിന് ഗുലാബ് സിംഗിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം കൈപ്പറ്റിയവനാണ്. പണത്തിന് വേണ്ടി കല്യാണം കഴിച്ചാണ് അവൻ. നിക്ക്, മാറി നിക്ക്. അവനെ ആരും തുടരുത്. മാറി നിക്ക്.
അച്ഛാ, എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? എല്ലാരും അകത്ത് പോകാൻ. मैं तेरी तरह मिलके भी दोनों हैं अजनबी कैसी है ये दास्तां ये दास्तां അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? അവന്റെ അവസ്ഥയെങ്കിലും ഒന്ന് നോക്ക്. അവൻ ആശുപത്രിയിൽ നിന്നാ ഇപ്പൊ വരുന്നത്. ഈ അഹങ്കാരിയും തന്നിഷ്ടക്കാരിയുമായ ഈ പെണ്ണിനു വേണ്ടി അവനെയാണോ ശിക്ഷിക്കുന്നത്? സൂരജ്, വാ മോനെ, അകത്ത് വാ. ഇല്ല ഇടത്തെ, ഈഷയ്ക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്നാണെങ്കിൽ സൂരജിന്റെ മുന്നിൽ ഈ വീടിന്റെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കും. ഈഷ നിങ്ങളുടെ മരുമോൾ അല്ലെങ്കിൽ സൂരജ് എന്റെ മകനുമല്ല. നിങ്ങൾ ഇവന്റെ ശരീരത്തിലുള്ള മുറിവുകൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഈ പെൺകുട്ടിയുടെ മനസ്സിലേറ്റ മുറിവുകളും ചതവുകളൊന്നും ആരും കാണുന്നില്ല. ഈ പെൺകുട്ടി അവളുടെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നിങ്ങളിപ്പോ സ്വന്തം കാലിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ പെൺകുട്ടിയും കൂടെ. ഇവളുടെ പണം കൊണ്ടാണ് നിങ്ങളെ ചികിത്സിച്ചത്. അല്ല, ഇവിടെ കാരണം പൈസ കിട്ടിയെന്നുള്ളത് ശരിയാ. പക്ഷെ അതിവര് അറിഞ്ഞു തന്നൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവളെ മരുമകളായിട്ടും കണക്കാക്കില്ല, ആ പണം ഇവരുടെ ഔദാര്യമായിട്ടും കണക്കാക്കില്ല. ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെ കണക്കാക്കണ്ട. പക്ഷെ എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഒരു കാര്യം വ്യക്തമാണ് ചേട്ടത്തെ, വീടിനകത്തേക്ക് പോകുന്നെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച്, അല്ലെങ്കിൽ രണ്ടുപേരും പുറത്ത് തന്നെ നിൽക്കട്ടെ. സൂരജ്, സൂരജ്,